ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനടി കാണാനാകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? ഈ സാധനത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു കാലയളവിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ വൈറ്റമിൻ ഇ ഓയില് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണുള്ളത്. ചെറിയൊരു ക്യാപ്സ്യൂള് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഹെയറിൽ ഉപയോഗിക്കാം, നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് തന്നെ നമ്മളിൽ മിക്ക ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ എന്തൊരു സാധനവും നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ബാഡ് എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതും. നമ്മുടെ ഹെൽത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നോക്കിയാലോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയെല്ലാം വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹെയറിനാണെങ്കിൽ ഹെയർ ഫോളൊക്കെ കുറച്ച് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചറായിട്ട് വെക്കാൻ സഹായിക്കുന്നു. ഫേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനും ആക്നെ പിമ്പിൾസ് അതൊക്കെ കുറയ്ക്കാൻ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് അത് ഓരോന്നും എങ്ങനെ യൂസ് ചെയ്യാം, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫേസിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് അത് പിന്നെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിലുള്ള ഓയിൽ പുറത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഓയിൽ എങ്ങനെയാണ് ഫേസിൽ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം രാവിലെ ഓർ രാത്രി എപ്പോഴെങ്കിലും അപ്പോൾ ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ ഈ ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാനാവുന്നതാണ്. അല്ലെങ്കിൽ രാത്രി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് രാവിലെ കഴുകിക്കളയാം. അപ്പോൾ ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ ഓയിലാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ലോണം പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്ഥിരമായ യൂസ് നമ്മുടെ ഫേസിൽ പിന്നെ നമ്മുടെ ഫേസ് അധികമായി കറക്കാൻ കാരണമാകും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ പിമ്പിൾസ് എന്തായാലും വരും ഡെയിലി യൂസ് ചെയ്താൽ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ ഫേസിൽ യൂസ് ചെയ്യേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ബാക്കിയുള്ളവർ ആഴ്ചയിൽ 2-3 ദിവസം യൂസ് ചെയ്യുക, അതിൽ കൂടരുത്. അപ്പോൾ അധികമായാൽ അമൃത വിഷമല്ലേ. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ കണ്ണിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യണ്ട, കാരണം ഇത് കണ്ണിനൊന്നും അത്ര നല്ലതല്ല. ചില ആളുകൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, നല്ലോണം മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിരന്തരമായി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് കുറച്ചുകൂടി ഡാർക്കനാക്കും, പിന്നെ ഓയിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡെയിലി യൂസ് ചെയ്യുക. അല്ലാത്തവർ ആഴ്ചയിൽ 2-3 ദിവസം യൂസ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ചിലയുടെ ഫേസിന് പിടിക്കണമെന്നില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ട് ചിലർക്ക് കുരുവൊക്കെ വരും. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഹെയറിന് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഓയിൽ ഉണ്ടാവില്ലേ, ആ ഓയിലിലേക്ക് നമ്മൾ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് നോർമലി നിങ്ങൾ എണ്ണ തലയിൽ വെക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, അത്ര വരെ വെച്ച് ഷാമ്പു ഉപയോഗിച്ചോ അല്ലെങ്കിൽ താളി യൂസ് ചെയ്തൊക്കെ വാഷ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ നന്നായിട്ട് വളരാൻ സഹായിക്കുന്നു. പിന്നെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് അധികമായിട്ട് എല്ലാ ദിവസവും ഇത് തന്നെ യൂസ് ചെയ്താൽ നമ്മുടെ ഇതേ ഓയിലാണ്. അപ്പോൾ ഓയിൽ ഇങ്ങനെ തലയിലായി ഡാൻഡ്രഫ് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഡെയിലി ഹെയറിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ യൂസ് ചെയ്ത് നമ്മുടെ മുടിക്ക് ഇവിടെയുള്ള ഒരു ഒരു കട്ടി പോലെയൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസം യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുക എങ്ങനെയാണ്? അപ്പോൾ ഈ ഗുളിക നമ്മൾ സാധാ ഒരു ഗുളിക കുടിക്കുമ്പോൾ കുടിക്കും, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ഗുളിക കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്യണം. വൈറ്റമിൻ ഇ ഒക്കെ ഡോക്ടറെ ഒന്ന് കാണിക്കാണ്ട് നിരന്തരം കുടിച്ചാൽ നമുക്ക് ബാഡ് എഫക്റ്റേ ഉണ്ടാക്കുള്ളൂ. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെ ഹൃദയത്തിനും പിന്നെ നമ്മുടെ കാഴ്ച ശക്തി, മെന്റൽ ഹെൽത്ത്, പിന്നെ രോഗപ്രതിരോധ ശേഷി ഇതിനൊക്കെ നല്ലതാണ് വൈറ്റമിൻ ഇ. അപ്പോൾ നമ്മൾ ഗുളിക രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കുക. അപ്പോൾ ഓരോ സാധനത്തിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുക. ആവശ്യത്തിൽ അധികം യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് എത്രയാണോ ആവശ്യം അതിൻ്റെതായ കണക്കിൽ യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. വേറൊരാളുടെ ഫേസിനും ഹെയറിനൊക്കെ വൈറ്റമിൻ ഇ യൂസ് ചെയ്തിട്ട് നല്ല ചേഞ്ച് ഉണ്ട്, അപ്പോൾ ഞാനും വാങ്ങി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനെ പറ്റി കൂടുതൽ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.